ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇപ്പം ഞാൻ ഒരു ഹാഫ് റെഡി ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് മുടിയും കൂടെ കെട്ടണം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അതിൻ്റെ പിക്സൊക്കെ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പുറത്ത് പോവാണ്. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. എനിക്കല്ല, അമ്മയ്ക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർ വരുന്നുണ്ട് നമ്മളെ കൂടെ. അന്നൂസ് വരുന്നുണ്ടോയെന്ന് ഉറപ്പില്ല, ഷാനൂട്ടൻ എന്തായാലും വരുന്നുണ്ട്, പിന്നെ ഷുട്ടുമുണ്ട്. അപ്പം അങ്ങനെ അവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതാണ്. ഇപ്പം സമയം ഏകദേശം ഒരു 4 മണി ആകാറായിട്ടുണ്ട്. നമ്മൾ ഈവനിങ് ആണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും റെഡിയായിട്ട് ഇറങ്ങാൻ പോവാണ്. ഷുട്ടു അപ്പോഴേക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിള്ളേർ റെഡിയായിട്ടൊക്കെ വന്നു. അങ്ങനെ ഇതാ നമ്മളിതാ ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായി പിടിച്ച് പോകുന്നുണ്ട്. ആദ്യത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പിള്ളേരെയും കൂട്ടി അമ്മയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാമെന്നുള്ളതാണ്. ഷാനോട്ടനെടുത്തു. ഷാനുവിനെ കാണുന്നില്ല. ഷാനോ, നീ കാണുന്നില്ലടാ. ഇങ്ങോട്ട് ഇവിടെ കമ്മോൺ. താങ്ക് യു. അങ്ങനെയിതാ നമ്മളെല്ലാവരും കൂടി ഇറങ്ങി. നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഓൾറെഡി ഒരു 5 o'clock ഒക്കെ ആയി നമ്മൾ ഇറങ്ങുമ്പോഴേക്കും. ഈ സമയത്ത് പിന്നെ ടൗണിലേക്ക് പോയി എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. നല്ല പോലെ ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ മെയിനായിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പോകുന്നത് ഫാമിലിയിലേക്കാണ്. ഇത് അപ്പോൾ നമ്മളിത് ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അമ്മയ്ക്ക് സെറ്റ് സാരി വാങ്ങിക്കണം, 2 ടോപ്പൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ ഇവരെ കൊണ്ട് പോയിട്ട് നമ്മൾക്ക് ഫുഡ് കഴിക്കണം. അതാണ് മെയിനായിട്ടുള്ള പരിപാടി. അതാണ് പിള്ളേരെയും കൂടെ കൂട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരെ 3 പുറത്തു കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അന്നൊരു ദിവസവും പോയിട്ടുണ്ടായിരുന്നു, അമ്പലത്തിലൊക്കെ പോയി. അങ്ങനെ ഇത് അമ്മ സെറ്റ് സാരിയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ സെറ്റ് സാരിക്ക്. ഞാൻ കണ്ണൂർ ഫാമിലിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലം പോലെ തോന്നി. അതുകൊണ്ട് ആണ് ഞാൻ പിന്നെ ഇവിടെ വരാം, അമ്മയ്ക്ക് സാരി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വരാമെന്ന് വിചാരിച്ചത്. കണ്ണൂർ നല്ല റേറ്റ് കുറവുണ്ട്. ആക്ച്വലി കണ്ണൂർ എന്നല്ല, എല്ലായിടത്തും നല്ല സാധനങ്ങളും ഉണ്ട്, നല്ല റേറ്റും കുറവുണ്ട്. അങ്ങനെ അമ്മ ആ ഒരു ബ്ലാക്ക് സാരി എടുത്തു. ആൻഡ് നമ്മൾ ബ്ലൗസ് പീസൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവർ 3 ഉള്ളത് കൊണ്ട് എനിക്ക് പിന്നെ ഷൂട്ടിനെ മാനേജ് ചെയ്യാൻ വലിയ പണി ഉണ്ടായിരുന്നില്ല. 3 പേരും നല്ല കൃത്യമായിട്ടുള്ള കളിയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അമ്മമ്മയ്ക്കും ഒരു ബ്ലൗസ് പീസൊക്കെ വാങ്ങിച്ചു. പിന്നെ അച്ചാച്ചന് 2 ടീഷർട്ടും വാങ്ങിച്ചു. വീട്ടിലിടാൻ പറ്റുന്ന ടൈപ്പ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള 2 ടീഷർട്ടൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ കുർത്ത സെറ്റിൽ സൈഡിലേക്ക് പോയി. അമ്മയ്ക്ക് 2 കുർത്ത എടുക്കണം. സെറ്റല്ല, ജസ്റ്റ് കുർത്ത മാത്രം വരുന്ന സിംഗിൾ പീസ് കുർത്ത എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. 2 ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് പോകാൻ ഉള്ള പരിപാടിയിലാണ്. ഷൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നിന്നു. ആൻഡ് അങ്ങനെ നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫസ്റ്റ് നമ്മളിപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. അച്ചാച്ചനും അമ്മമ്മയും ഉള്ളതുകൊണ്ട് തന്നെ അച്ചാച്ചനും അമ്മമ്മയും വീട്ടിലൊറ്റക്കേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അമ്മേനെ വീട്ടിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബിക്കോസ് അവർ 2 മാത്രമേ ഉള്ളൂ, അച്ഛനും വരാൻ ലേറ്റാവും. അപ്പോൾ അമ്മയ്ക്ക് അത്ര ഒരു ധൈര്യമില്ല, അവർ ഒറ്റക്കായതുകൊണ്ട്. അങ്ങനെ നമ്മൾ പോയി അമ്മേനെ വീട്ടിലിറക്കി. പിന്നെ നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. അബുഖ മക്കാനിയിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ടുള്ള നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഇഫ ചിക്കൻ കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളവിടെ എത്തി. ഇതാ പിള്ളേർ സെറ്റിനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അമ്മയ്ക്കും അച്ഛനും അച്ചാച്ചനും എല്ലാം നമ്മൾ പാർസൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അതിനിതാ നമ്മളവിടെ എത്തി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നമുക്ക് നടക്കാനുണ്ടായിരുന്നു. കാരണം അതിൻ്റെ മുന്നിൽ നമുക്ക് വലിയ പാർക്കിംഗ് ഒന്നും കിട്ടാനില്ല. സോ അങ്ങനെ ഇതാ നമ്മൾ നടന്ന് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ അപ്സ്റ്റെയർ പോയി നോക്കി, ചെറിയ സ്പേസ് അവിടെ, അതുകൊണ്ട് അധികം സ്ഥലം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ നേരെ അവിടെ തിരിച്ച് താഴേക്ക് വന്ന് താഴെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിരുന്ന് സെറ്റായി. കോഫി പറഞ്ഞു, പിള്ളേർക്ക് ചായ മതി എന്ന് പറഞ്ഞു. ഷുട്ടുവിന് ചായയും ഒന്നുമില്ല. അങ്ങനെ ഇതാ നമ്മളെ താരം ഇഫ ചിക്കൻ എത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ കഴിക്കാത്തൊരു വെറൈറ്റി കൈൻഡ് ഓഫ് ടേസ്റ്റ്. നമ്മൾ റൊമാലി റൊട്ടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ റൊമാലി റൊട്ടി മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര ചീസി ആയിട്ടുള്ള ആ ഒരു ഗ്രേവി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷുട്ട് കുറച്ച് ചിക്കനും കാര്യങ്ങളും മാത്രം കഴിച്ചു. പിന്നെ പിള്ളേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചായ വാങ്ങിക്കൊടുത്തു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിനാ? അന്നുവിന് ഇഷ്ടമായിനാ? സൂപ്പറാ? ചുട്ടുന് ഇഷ്ടമായിനാ? ചുട്ടുക്ക് ഇഷ്ടമായിനാ?
ഇഷ്ടായിന്. അവിടെ പിന്നെ സെവനപ്പും കാര്യങ്ങളും നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ കോഫി കുടിച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു ചായ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ചായ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കോഫി തന്നെയായിരുന്നു അടിപൊളി. ചായയിൽ ഭയങ്കര ഏലക്കായൊക്കെ ഇട്ട് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്താ നമ്മൾ കഴിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. പഞ്ചാര കുട്ടനാക്കി ഇല്ല ഇവിടുന്ന് വണ്ടി വരും. അപ്പോൾ ചുറ്റൊന്നും തട്ടിപ്പോയില്ലേ. അപ്പം അമ്മ എത്തിയിട്ട് വണ്ടീൻ്റെ അടുക്കുന്ന ഇറങ്ങിക്കോ. ഓക്കെ ഉമ്മ ഉമ്മ. അതുപോലെ തന്നെ അവിടെ നമുക്ക് അൽഫാം ഇല്ല. അതുകൊണ്ട് അച്ചാച്ചൻ അൽഫാം വാങ്ങിക്കാൻ വേണ്ടി കയറി നമ്മൾ. അച്ചാച്ചനും മാത്രം അൽഫാം, അമ്മമ്മ അങ്ങനെ കഴിക്കില്ല, നോൺ വെജ് കഴിക്കില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഷവർമ മതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഷവർമയും വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ അൽഫാം വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മളത് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. നമ്മളൊരു 8 മണി 8:30 ആകുമ്പോഴേക്കും തിരിച്ച് എത്താനുള്ള ഏകദേശം സൈഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെ കൊണ്ടുള്ള ഒരു സ്മോൾ ഔട്ടിംഗ് എന്ന് പറയാൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കുട്ടികളെ കൂട്ടി പോകുന്നതുകൊണ്ട് ഒരു കുഞ്ഞ് വ്ളോഗ് എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഒന്ന് പെട്ടെന്ന് ഫ്രഷ് ആവണം. അതിനിതാ നമ്മളിപ്പോൾ വീട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ച് സൈഡായി. ഇഫ ചിക്കൻ കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ എപ്പോഴും കഴിക്കുന്ന അൽഫാം പോലെയല്ല, കുറച്ചൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പം ഞാൻ ഇന്ന് ഫ്രഷായിട്ട് താഴെ പോകണം. ബിഗ് ബോസ് തുടങ്ങാൻ സമയമായി. അപ്പോൾ ബിഗ് ബോസ് കാണണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ, കുഞ്ഞു വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.